ഹായ് മൈലാഞ്ചി കൈവിരല മൊഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാ ഹായ് ഹായ് താളത്തിൽ പാടുകയാ മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഗേറ്റ് വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ് പട്ടുറുമാലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജഡ്ജ്മെന്റ് സീറ്റിൽ നിന്നും ഞാൻ എന്താണ് ഇവിടെ വന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നതെന്നല്ലേ? അതിന്റെ പിന്നിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട്. ഒരു 4 വരി ഞാൻ പാടിക്കഴിയുമ്പോഴേക്കും ആ സർപ്രൈസ് ഇങ്ങ് വരും. സജില, ഇത്ര സ്നേഹത്തിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെ പുകഴ്ത്തി വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല. എന്താന്നറിയോ, കുറെ വർഷങ്ങൾക്ക് മുന്നേ എന്നെ കുറെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അതിനുള്ളൊരു ഗിഫ്റ്റ് ആണല്ലേ? പ്രേക്ഷകർക്ക് പട്ടുറുമാല ആദ്യം മുതൽ കണ്ട് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? മിനാർ TMT പട്ടുറുമാലിന്റെ പുതുമയേറിയ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പട്ടുറുമാലിന്റെ ഇന്നത്തെ വേദിയിൽ അടുത്തതായി പാടുവാനായി എത്തുന്നു സജുല. സജില, എന്തായാലും ആസ് യൂഷ്വൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്നിപ്പം കെസ് പാട്ടാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതോ പടപ്പാട്ടാണോ? പരേതനായ AI മുത്തുക്കോയത്തങ്ങൾ അന്തർത്തുദീപ് 1963 പ്രസിദ്ധീകരിച്ച യൂസഫ് കേസിൽ നിന്നുള്ള ഏതാനും വരികൾ. നന്നായി പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുതിയൊരു കഥ ഇത് അതിശയം ഭവിത്തിയനിൽ നീരും കളവുകൾ കുലത്തിടയിൽ നീരും. അപ്പം പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ വലിയൊരു സർപ്രൈസ്. ഇതാണ് വലിയൊരു സർപ്രൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചൊരു ഫസ്റ്റ് ഒരു സ്റ്റേജ് ആയിരുന്നു പട്ടുറുമാൽ. ഇപ്പൊ പറയുകയാണെങ്കിൽ വരദ സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ ഫാൻസ് ഉണ്ട് വരദയ്ക്ക്. എൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും കാണലുണ്ട് വരദയുടെ സീരിയൽസ് ഒക്കെ. പിന്നെ അപ്പം ഞാനാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഉല്ലാസനോട് പറഞ്ഞു ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞോളൂ. കാരണം എനിക്ക് തോന്നി ഇവിടെ എല്ലാവരെക്കാളും കൂടുതൽ അടുപ്പം വരദയ്ക്ക് എന്നോടായിരിക്കും അല്ലേ? കാരണം കുറേ കാലം എനിക്ക് തോന്നി ഈ സ്റ്റേജിൽ ഞാനപ്പം വരുമ്പോൾ പേടിച്ചിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റേജസ് ഒക്കെ ആയിരുന്നു. അപ്പം കൂളാക്കിയിരുന്ന ഒരാളും കൂടിയായിരുന്നു വരദ. അപ്പം ഞാനായിരുന്നു ഇന്ന് ഏറ്റെടുത്തത് എനിക്ക് എന്തായാലും വരദയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്.
അപ്പൊ എന്താണ് വരുത വിശേഷങ്ങൾ? അതെ, ഇത്ര ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ എന്റെയൊക്കെ പണി പോവും. ജഡ്ജായിട്ട് ഇരുന്നാ പോരെ. ഇവിടെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചിട്ട് പറയുന്നതെന്ന് അറിയോ? അതെയോ? എന്തായാലും സജില പറഞ്ഞ പോലെ ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ വരികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കറിങ് രംഗത്ത് എൻ്റെ തുടക്കമാണ് പട്ടുറുമാൽ. കേരള ടിവിയുടെ പട്ടുറുമാലിൽ നിന്നാണ് എൻ്റെയും തുടക്കം. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഇയറിലാണ് സജിലയൊക്കെ വന്നത് അല്ലേ? ആൻഡ് ഇന്ന് മുതൽ പട്ടുറുമാലിൻ്റെ ഒരു അവതാരകയായിട്ട്, എളിയ അവതാരകയായിട്ട് ഞാനും ഉണ്ട് ഈ ഫാമിലിയിൽ. നിങ്ങളുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഔദ്യോഗികമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഏറ്റെടുക്കാൻ പോവാണ്. അതെ അല്ലേ? അപ്പൊ ഒന്ന് ഒരുമിച്ച് പറഞ്ഞിട്ട് സജില എന്നെ അവിടേക്ക് പറഞ്ഞു വിടാം. ഗേറ്റ് വേ ബ്യൂമോൺസ് പട്ടുറുമാൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഗേറ്റ് വേ ബ്യൂമോൺസ്, ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ എനിക്ക് കിട്ടി. ഒരുപാട് താങ്ക് യു. കൈരളി ടിവിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും എന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ അനുവദിക്കുക. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യട്ടെ നമ്മളുടെ ജഡ്ജസിനെ. നജീം അർഷാദ്, പ്രശസ്ത പിന്നണി ഗായകൻ, യുവ ഗായകൻ, സ്വാഗതം. അടുത്ത ആള് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ പട്ടുറുമാൽ കുടുംബത്തിലെ കാരണവർ ഫിറോസിക്ക, സ്വാഗതം. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ള ജഡ്ജ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഈ വേദിയിൽ ഇത്രയും നേരം എൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാഗതം ചെയ്യാം മാപ്പിളപ്പാട്ടിലെ യുവ തരംഗം സജില സലീം. അങ്ങനെ നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും തന്നെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. അതെ, നമ്മുടെ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന മഞ്ഞ കിളികൾ, നമ്മളുടെ ഓർക്കസ്ട്ര, വെൽക്കം. നമ്മളിവിടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. നമ്മളെ കണ്ടസ്റ്റൻസും കൂടെയാണ് ഇനി ഈ വേദിയിലേക്ക് വരാനുള്ളത്. അതിനു മുമ്പായിട്ട് ഈ 5ാം ഘട്ടത്തിൽ ഏതൊക്കെ റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്കത് നമ്മുടെ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഫിറോസിക്ക, ഞാൻ ആദ്യത്തെ റൗണ്ടിനെ കുറിച്ച് പറയാം. ഇശൽ പെരുമ എന്ന റൗണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിഭകളായ പാട്ടുകാരുടെ, എഴുത്തുകാരുടെ, സംഗീത സംവിധായകരുടെ ക്രിയേഷൻസ് എടുത്ത് കുട്ടികൾ പാടും. അവർ പാടിയ പാട്ടുകൾ, രചിച്ച പാട്ടുകൾ, ഈണം കൊടുത്ത പാട്ടുകൾ. അപ്പോൾ 14 കണ്ടസ്റ്റൻസാണ് ഇപ്പോൾ നമുക്കുള്ളത്. 14 പേര്, 14 പ്രതിഭകളെയല്ല, മഹാപ്രതിഭകൾ മാപ്പിളപ്പാട്ടിലെ. അവരെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, കൊണ്ടുവരികയാണ്. പക്ഷെ ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് 14നോട് 0 ചേർത്താലും 140 എന്ന് നമ്മൾ വിളിച്ചാലും അത്രത്തോളം പ്രതിഭകൾ ഇനി നമ്മളിതിൽ പരിചയപ്പെടുത്തുകയല്ല, കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അവരോട് മുഴുവനായിട്ടൊരു ഡെഡിക്കേഷൻ കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നറിയില്ല. കാരണം മറ്റൊന്നുമല്ല, 14 കുട്ടികളാണ് 14 പാട്ടുകൾ പാടേണ്ടത്. അതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത്, എന്നാൽ ഒട്ടും അതിൻ്റെ മികവും മഹിമയും ചോരാതെ 14 പ്രതിഭകളെ നമ്മളെ കുട്ടികൾ കൊണ്ടുവരുന്ന റൗണ്ടാണ് ഇശൽ പെരുമ എന്ന പേരിൽ. ഇശലിൻ്റെ ഒരു പെരുമ തന്നെയാണ് അത് കാണിക്കുന്നത്. ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ നല്ല രീതിയിൽ അവർക്ക് പ്ലാറ്റ്ഫോമിൽ പാടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മളുടെ ആദ്യത്തെ റൗണ്ട് ഏതാണെന്ന് ഫിറോസിക്ക പറഞ്ഞു കഴിഞ്ഞു. അടുത്ത റൗണ്ട് നജീമിക്കയാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നജീമിക്ക, രണ്ടാമത്തെ റൗണ്ട്, അതിൻ്റെ പേര് കുട്ടിയും കോലും എന്നാണ്. പേര് പോലെ തന്നെ കൊച്ചു കൂട്ടുകാരാണ് ഇതിൽ നമ്മുടെ സിംഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നത്. കൊച്ചു കൂട്ടുകാർ എന്ന് പറയുമ്പോൾ കുട്ടിപ്പട്ടുറുമാൽ, കഴിഞ്ഞ സീസണിലെ കുട്ടിപ്പട്ടുറുമാലെ മിടുക്കരായിട്ടുള്ള കൂട്ടുകാരാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഒരു ഇരട്ടി മധുരമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല TV ഷോയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് നമ്മുടെ കുട്ടിപ്പട്ടുറുമാലിനാണ്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള കൊച്ചു കൂട്ടുകാർ വരുമ്പോൾ ഈ റൗണ്ട് നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ പട്ടുറുമാലിന്റെ 5ാം ഘട്ടം പ്രമാണിച്ചിട്ട് ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സെഗ്മെന്റിനെ കുറിച്ച് സജില പറയും. സജില. മർഹബ എന്നാണ് ആ സെഗ്മെന്റിന്റെ പേര്. ആ സെഗ്മെന്റിൽ കുറേ ഗസ്റ്റ്, നമ്മൾ കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മളുടെ കൂട്ടുകാരും കുഞ്ഞനുജന്മാരും അനുജത്തികളും കുട്ടി പട്ടുറുമാലിൽ ഉണ്ടായിരുന്ന കുഞ്ഞു കൂട്ടുകാരും നല്ല പാട്ടുകൾ പാടുന്ന, നമുക്കെല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവരിലും അറിയപ്പെടുന്ന നല്ല നല്ല സിംഗേഴ്സ് അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പാട്ടുകൾ പാടുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് കുട്ടിയും കോലും എന്ന സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ പങ്കെടുക്കാനെത്തുന്നത് മുബീന കടവത്ത് ആൻഡ് അസർ സുൽഫിക്കർ.
മുബീന ചേച്ചി. വിവാഹത്തിന് ശേഷം ഹസ്ബൻഡിനെയൊക്കെ കൊണ്ടുവന്നു എന്ന് കേട്ടു. അതെ. എവിടെ? ആ, ഹായ്. നമുക്ക് അറിയുന്നില്ലല്ലോ, കുറെ പേര് ഇരിക്കുന്നതല്ലേ. സുഖമാണോ? സുഖം. മുബീനയ്ക്കോ? അതെ. അസർ കൂടെ വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടി പട്രുമാലിന്റെ ലാസ്റ്റ് സീസണിലെ ടൈറ്റിൽ വിന്നറാണ് നമ്മുടെ അസർ സുൽഫിക്കർ അല്ലേ. തകർത്ത പെർഫോമൻസുകളായിരുന്നു. ഇപ്രാവശ്യം നല്ലൊരു സോങ്ങുമായിട്ടാണോ വന്നിരിക്കുന്നത്? നന്നായി സപ്പോർട്ട് ചെയ്യുമോ? എന്തായാലും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. നന്നായി പാടില്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്ന് നമുക്ക് ചൂരൽ കൊണ്ടൊരു ചൂടപ്പം. അക്കാലത്താടിപ്പാടാൻ അക്കരെ ഇക്കരെ നീന്തിടാൻ ദിക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റ് നമുക്കൊപ്പം. കാറ്റിനു കിട്ടി 100-ൽ 100 നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും. കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്ന് നമുക്ക് ചൂരൽ കൊണ്ട് ചൂടപ്പം. അക്കാലത്താടിപ്പാടാൻ അക്കരെ ഇക്കരെ നീന്തിടാൻ ദിക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റ് നമുക്കൊപ്പം. കാറ്റിനു കിട്ടി 100-ൽ
നമുക്കൊപ്പം കാറ്റിനു കിട്ടി 100-ൽ 100 നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും കിതാബ് പഠിക്കുവാൻ ഇത്തിരി വൈകി ചെന്നപ്പം ഉസ്താദ് തന്ന് നമുക്ക് ചൂരൽ കൊണ്ട് ചൂടപ്പം അക്കാലത്താടി പാടാനക്കരെ ഇക്കരെ നീന്തിടാൻ ദിക്കാകെ പോന്നിട്ടില്ലേ തെക്കൻ കാറ്റ് നമുക്കൊപ്പം കാറ്റിനു കിട്ടി 100-ൽ 100 നമ്മൾ തോറ്റു പരീക്ഷയിൽ കൊല്ലം തോറും മനോഹരമായ ഗാനമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. മുബീന, അസർ നന്നായി തന്നെ സപ്പോർട്ട് ചെയ്തല്ലോ അല്ലേ? നന്നായി സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ, കാരണം നമ്മളുടെ കുട്ടിപ്പട്ടുമാലിന്റെ വിന്നറാണ്, ടൈറ്റിൽ വിന്നറാണ്. എന്തായാലും ഈ പാട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജഡ്ജസിനോട് നേരിട്ട് ചോദിച്ചാലോ? ഫിറോസ്ക, സുഖമാണോ രണ്ടുപേർക്കും സുഖമാണോ എന്ന് ചോദിച്ചതിൻ്റെ കാര്യം, ഒന്ന് പുതുവണവാട്ടിയാണ്, വൈവാഹിക ജീവിതമൊക്കെ കഴിഞ്ഞ് സുഖകരമായ ജീവിതമല്ലേ എന്നാണ് ചോദിച്ചത്. ഒരാളോട് ആണോ? അതെ അതെ. സന്തോഷം. അസറിനോട് ചോദിച്ചത് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 ടൈറ്റിൽ വിന്നറായിട്ട് അതിൻ്റെ ഒരു തിരക്കും ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ. മോനെ വെറുതെ വിന്നറാക്കിയതല്ല, മോൻ പാടിയത് കൊണ്ട് വിന്നറായതാണ് കേട്ടോ. നല്ല പാട്ടുകാരൻ, നല്ല വിനയമുള്ള കുട്ടി, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മുബീനയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം, കണ്ടതിലും സന്തോഷം കേട്ടോ. മുബീന നന്നായി പാടി മോളെ, രണ്ടുപേരും നന്നായി പാടി കേട്ടോ. നല്ലൊരു പാട്ട് കേട്ടോ. ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു പാട്ട് വിധികർത്താവിൻ്റെ മനസ്സിനെ ഒന്ന് തളർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ തളർച്ച അങ്ങനെ പോകും. ആ അർത്ഥത്തിൽ നിങ്ങൾ 101% വിജയിച്ചു. നന്നായിട്ട് കേട്ടോ. നല്ലൊരു എനർജി തന്നു. ബാപ്പു വാവാട് എന്ന മാപ്പിളപ്പാട്ടിലെ മാത്രമല്ല, ഇനി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ സിനിമാ പാട്ടിൽ എന്നുകൂടെ പറയണം. ഇപ്പോൾ നാദൃഷ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയ്ക്ക് വേണ്ടി, 2 സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം, നാദൃഷ സംവിധാനം ചെയ്ത് ഈണം കൊടുക്കാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ എഴുതുന്നുണ്ട്. ബാപ്പു വാവാട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ, പിന്നെ ഗ്രേറ്റ് കോഴിക്കോട് അബൂബക്കർ അല്ലേ, ഔക്കുബായി എന്ന് നമ്മൾ വിളിക്കുന്ന ഔക്കുബായിയുടെ മനോഹരമായ ഒരു ഗാനം. അപ്പോൾ രണ്ടുപേരും മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഇക്ക. നജീം ഇക്ക. ഹായ് മബീന, ഹായ്. എന്തുണ്ട് പിന്നെ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നിന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലേ? അതാണ് ഇടയ്ക്ക് തോറ്റു പരീക്ഷ എന്നൊക്കെ പറയുമ്പോഴേ അടി കിട്ടുന്നൊക്കെ വരികയുണ്ടെങ്കിൽ അവിടെ ചിരിച്ചോണ്ടാ പാടുന്നത്. നല്ല കോമ്പോസിഷനാണ്, നല്ല പാട്ടാണ് സെലക്ട് ചെയ്തത്. നല്ല ഗുഡ് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ പട്ടുറുമാലിൻ്റെ പുതിയ ഷെഡ്യൂൾ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. നന്നായിട്ട് തന്നെ പാടി, സൂപ്പറായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് എനിക്ക് കേൾക്കുമ്പോൾ ഒരു മലയാളത്തിലൊരു പാട്ടുണ്ട്, എൻ്റെ ഉള്ളുടുക്കും കുട്ടി കൊണ്ടുപോകാൻ വന്നതാണോ ഞാൻ. ആ പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. എന്തായാലും നല്ല പാട്ടാണ് എടുത്തത്, നല്ല സൂപ്പറായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീം ഇക്ക. സജില. മുബീനയിലേക്ക് വരാം. അസർ, വളരെ സന്തോഷമുണ്ട് അസറിനെ വീണ്ടും കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 വളരെ ജനപ്രീതി നേടിയ ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ് അസർ. മാത്രമല്ല ഞങ്ങളെ കുറേ റൗണ്ട്സിലൂടെ കരയിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ നമ്മൾ കൊണ്ടുപോയ ഒരു നല്ലൊരു ക്യാരക്ടറുള്ള നല്ലൊരു കുട്ടി. ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് മുബീനയെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ട് മോൻ. എനിക്ക് തോന്നുന്നത് മോൻ്റെ റേഞ്ചിനനുസരിച്ചാണ് മുബീന ഇന്ന് പാടിയത് അല്ലേ? മുബീന പാടുന്നുണ്ട്. അസർ പാടുന്നത് മുബീനെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അസർ ചില വരികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ? ഒരു എന്താ പറയുക, ഒരു മോഡുലേഷൻ, അത് കുറച്ചുകൂടി ഒന്ന് കൊണ്ടുവരണം കേട്ടോ മുബീന. താങ്ക് യു സജില. മുബീന, അത്യാവശ്യം നല്ല കമന്റ്സ് ആണ് കിട്ടിയത് അല്ലേ? ഇനിയിപ്പം മാർക്സ് അല്ലേ അറിയണ്ടേ? അസർ, എത്ര മാർക്ക് കൊടുക്കാം? ജഡ്ജസിനോട് ചോദിക്കാം. എന്തായാലും നമുക്ക് മാർക്സ് ചോദിക്കാം. മുബീന. സജില 30-ൽ 28. 28. നജീമക്ക. അപ്പൊ ഈ പറഞ്ഞാൽ എത്ര മാർക്ക് ഉറപ്പില്ല?
28. 28 out of 30. ഫിറോസിക്ക out of 40. ഓൺ 40, 38. താങ്ക് യു. 38 out of 40. അപ്പൊ നമ്മുടെ ടോട്ടൽ മാർക്ക് 94 out of 100. എന്റെ സന്തോഷം പോലും ഇല്ലല്ലോ. ഒന്നുകൂടെ സന്തോഷിച്ചു. എന്റെ ഹസ്ബൻഡ് വന്നുകൊണ്ട് 100 out of 100 കിട്ടണമെന്നുണ്ടായിരുന്നോ? ഇല്ല തോറ്റു പരീക്ഷ 100 കിട്ടാറില്ല. ആ പാട്ടിലും അങ്ങനെ തന്നെ. അതെ അതുകൊണ്ട് സാരമില്ല. 94. ഓക്കെ, മുബീനയ്ക്ക് അസറിനും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് തരാം. എന്തായാലും സുഗനിദ്രയ്ക്ക് 4 വിഷ് ബെഡ്സ് അവർ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. എന്നാ മേടിച്ചോളൂ, രണ്ടുപേരും കൂടെ മേടിച്ചു. ഓക്കെ, താങ്ക് യു മുബീന, താങ്ക് യു അസർ. ഇനി അടുത്ത സെഗ്മെന്റിനുള്ള സമയമായിരിക്കുകയാണ്. ഇശൽ പെരുമ. ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്കായി ഗാനം ആലപിക്കാനെത്തുന്നു ഇസ്മായിൽ. ഇസ്മായിൽ, ഇന്ന് ഏത് പാട്ടാണ്, ആരുടെ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇന്ന് എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. വടകര കൃഷ്ണദാസ് മാഷി മ്യൂസിക് ചെയ്ത ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. മറക്കാൻ കഴിയില്ല. ഓക്കെ, എന്തായാലും വളരെ നന്നായി തന്നെ പാടാൻ സാധിക്കട്ടെ. അറിയാലോ, വലിയ വലിയ ആൾക്കാരുടെ പാട്ടുകളാവുമ്പോൾ അതിനനുസരിച്ച് ജഡ്ജിമെന്റും മുറുകും അല്ലേ? നന്നായി തന്നെ പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രീ വടകര കൃഷ്ണദാസ് ഗായകൻ, സംഗീത അധ്യാപകൻ, സംഗീത സംവിധായകൻ എന്നതിലുപരി മാപ്പിളപ്പാട്ടിന്റെ ഉസ്താദ് എന്ന പേരിലാണ് ശ്രീ വടകര കൃഷ്ണദാസ് അറിയപ്പെടുന്നത്. ഖവാലി സംഗീതത്തിന്റെ ആർദ്രത മാഷിന്റെ സംഗീതത്തിൽ ഉടനീളം കാണാം. ജന്മനാടായ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ നിന്നും കേരളത്തിലുടനീളം മുഴങ്ങിക്കേട്ട ഒട്ടനവധി വിപ്ലവ ഗാനങ്ങളും ലളിതഗാനങ്ങളും മാഷിന്റെ ഈണങ്ങളിലൂടെ പുറത്തുവന്നവയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരുടെ രചനകളിൽ അദ്ദേഹം ഒരുക്കിയ ഈണങ്ങൾ ഇപ്പോഴും ഗാനാസ്വാദകരുടെ ചുണ്ടിലെ നിത്യഹരിത ഗാനങ്ങളാണ്. സ്വന്തം നാട്ടുകാരനും കവിയുമായ PT അബ്ദുൾ റഹ്മാന്റെ വരികൾക്കാണ് അദ്ദേഹം കൂടുതലും സംഗീതം പകർന്നത്. 80-ാം വയസ്സിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഈ സംഗീത കുലാധിപ സാമ്രാട്ടിന് പട്ടുറുമാലിന്റെ സ്നേഹാശംസകൾ. മറക്കാൻ കഴിയില്ല പഴയ കാലം, മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിഞ്ഞ കോലം, നാട്ടും പുറത്തിൻ്റെ കുളിരും കൊണ്ട് നാട്ടിലവളിലും കഴിയുന്നുണ്ട്. മറക്കാൻ കഴിയില്ല പഴയ കാലം, മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിഞ്ഞ കോലം. അന്നാ കുരുന്നെന്നെ എതിർക്കുന്നോള്, ഉണ്ണീച്ചൂന മാങ്ങ മണക്കുന്നോള്. അന്നാ കുരുന്നെന്നെ എതിർക്കുന്നോള്, ഉണ്ണീച്ചൂന മാങ്ങ മണക്കുന്നോള്. മക്കത്ത ശഹീദൻ കഥ പറഞ്ഞ് സുഖുസുറാൻ കടൽ കടക്കുന്നോട്. മക്കത്ത ശഹീദൻ കഥ പറഞ്ഞ് സുഖുസുറാൻ കടൽ കടക്കുന്നോട്. മറക്കാൻ കഴിയില്ല പഴയ കാലം, മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിഞ്ഞ കോലം.
നടിക്കുമ്പോൾ തിരിശം കൽവിൽ അശകിൽ വളർന്നപ്പോൾ ദുആകൾ റബ്ബിൽ അരിശം നടിക്കുമ്പോൾ തിരിശം കൽവിൽ അശകിൽ വളർന്നപ്പോൾ ദുആകൾ റബ്ബിൽ സഖിയാമവൾ കന്യൻ ഒരുത്തനെത്തി സഹിക്കാൻ കഴിയാതെ ഇവനിങ്ങെത്തി സഹിയാമവൾ കന്യൻ ഒരുത്തനെത്തി സഹിക്കാൻ കഴിയാതെ ഇവനിങ്ങെത്തി മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മെലിഞ്ഞ കോലം ഓർത്തോർത്തിവനിന്നി അറബിക്കെട്ടിൽ ഓക്ക് മരച്ചോട്ടിൽ മണലിൽ കാട്ടിൽ ഓർത്തോർത്തിവനിന്നി അറബിക്കെട്ടിൽ ഓക്ക് മരച്ചോട്ടിൽ മണലിൽ കാട്ടിൽ ഈത്തപ്പന പൂക്കാനടിക്കും കാറ്റ് ഇവന്റെ കഥ നാട്ടിലറിയിച്ചാട്ടേ ഈത്തപ്പന പൂക്കാനടിക്കും കാറ്റ് ഇവന്റെ കഥ നാട്ടിലറിയിച്ചാട്ടേ മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മെലിഞ്ഞ കോലം നാട്ടുംപുറത്തിൻ്റെ കുളിരും കൊണ്ട് നാട്ടിലവളിന്നും കഴിയുന്നുണ്ട് മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മെലിഞ്ഞ കോലം ഇസ്മായിൽ, വളരെ മനോഹരമായ ഒരു സോങ് ആയിരുന്നു. നമുക്ക് ഏവർക്കും തന്നെ അറിയാം, വളരെയധികം പ്രശസ്തനായ സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം, ഗായകനായിരുന്നു അല്ലേ? എന്തായാലും ഈ പാട്ടിന്റെ വരി പോലെ തന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സോങ്ങുകളാണ് എല്ലാം തന്നെ. ഈ പാട്ടും ആ ലിസ്റ്റിൽ പെട്ടതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ജഡ്ജസിന് അത് എത്രമാത്രം ഇഷ്ടപ്പെടും എന്ന് ചോദിക്കണം അല്ലേ? ചോദിച്ചാലോ? ഓക്കെ, നജീമക്ക. സൂപ്പറായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടോ പാടിയത്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു കമ്പോസറാണ്. അപ്പോൾ നല്ല പാട്ടാണ് സെലക്ട് ചെയ്യുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ചും ഈ റൗണ്ടിനെ പറ്റി പറയണം. കാരണം കഴിഞ്ഞ സെഗ്മെന്റിൽ നമുക്ക് ഒരു ഉമ്മയെക്കുറിച്ചുള്ള, ഉമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ മാപ്പിളപ്പാട്ടിൽ ഇഷ്ടംപോലെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഇതിഹാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൗണ്ടാണിത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ ഭാഗമാകാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നല്ല പാട്ടാണ് സെലക്ട് ചെയ്തത്. വടകര കൃഷ്ണദാസ് സാറിന്റെ മനോഹരമായിട്ടുള്ള മാപ്പിളപ്പാട്ടിന്റെ ഉസ്താദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പാടുമ്പോൾ മാഷ് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഉഗ്രനായിട്ടുണ്ടായിരുന്നു പാട്ട്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ദാസേട്ടനാണ് പാടിയത്. തരങ്കിണി കാസറ്റ്സ് ആണ് ഇത് വിതരണം ചെയ്തത്. മിസറി പൊന്നെന്ന ആൽബത്തിലെ ഒരു പാട്ടാണത് അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ. താങ്ക് യു. സജില. ഇസ്മായിൽ, ഇങ്ങനെയാണോ ഒരു പാട്ട് പാടേണ്ടത്? ആണോ? എൻ്റെ ഒരു ഇതിൽ ചോദിക്കുകയാണ്, എൻ്റെ ഒരു വ്യൂവിൽ ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ ഒരു പാട്ട് പാടേണ്ടത്?
ആണോ? പറ, ഇസ്മായിൽ പറ. ആണെന്നാണ് തോന്നുന്നത്. ആണല്ലോ, ധൈര്യത്തിൽ പറഞ്ഞൂടെ? ഇത്രക്കും എക്സലന്റ് ആയിട്ടാണ് ഇസ്മായിൽ പാടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ എന്താണ് പാടുന്നത് ഇസ്മായിൽ. നമ്മളൊക്കെ വലിയൊരു തലത്തിലാണ് പാടി എത്തിച്ചിരിക്കുന്നത് കേട്ടോ ഇസ്മായിൽ. എക്സലന്റ് ആയി, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ നന്നായിട്ട് പാടുക എല്ലാ പാട്ടുകളും. പിന്നെ മാഷിൻ്റെ ഒരു പാട്ട് എന്ന് പറയുമ്പം അത് ഇസ്മായിൽ തന്നെ പറഞ്ഞു, മാഷിനെ ആലോചിച്ചിട്ടാണ് പാടിയത്. അത് എന്തായാലും കണ്ടിരുന്നു ഇസ്മായിലിൻ്റെ സിംഗിങ്ങിൽ. അതിൽ പാടിയിട്ട് പെട്ടെന്ന് ബേസിലേക്ക് വരുമ്പോൾ നമുക്കത് ചില ആൾക്ക് ക്ലിയർ ആയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഫീൽ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർബായിരുന്നു ഇസ്മായിൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജില. ഫിറോസിക്ക. വടകര കൃഷ്ണദാസ് എന്ന, നമ്മൾ കൃഷ്ണദാസ് മാഷ് എന്ന് പലരും വിളിക്കുന്ന, ഞാൻ കുട്ടിക്കാലം മുതൽ കൃഷ്ണേട്ടൻ എന്ന് വിളിച്ച് ശീലിച്ച അദ്ദേഹത്തിൻ്റെ മികച്ചൊരു പാട്ട് കൊണ്ടുവന്നു. 60കളുടെ അവസാനത്തിൽ സംഗീതരംഗത്ത് വന്ന് ഒരുപാട് ബാലയ്കൾക്ക് സംഗീതം നൽകി ഒരുപാട് മികച്ച പാട്ടുകൾ നമുക്ക് തന്ന ഹാർമോണിസ്റ്റ്, സംഗീത സംവിധായകൻ, പാട്ടുകാരൻ, അതാണ് കൃഷ്ണേട്ടൻ. ഇപ്പോഴും അദ്ദേഹം ഈണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മെമ്മറിയൊക്കെ ലേശം ഒന്ന് നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും എല്ലാ സൗഖ്യവും നമ്മൾ നേരുകയാണ്. മോൻ നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ കൃഷ്ണേട്ടനെ കുറിച്ച് ഇതുവരെ പറഞ്ഞതൊക്കെ നന്നായിട്ട് തന്നെ പാടി, വളരെ മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. എല്ലാ ഭാഗങ്ങളും വളരെ ടച്ചിങ് ആയിട്ട് പാടി കേട്ടോ. മ്യൂസിക് എന്ന് പറയുന്നത് ഉണ്ടാവുന്നതല്ല ഇസ്മായിൽ, നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ? മോനത് ഉണ്ടാക്കി പല സ്ഥലത്തും. എൻ്റെ ഒരുപാട് വ്യത്യസ്ത ഭാവങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾക്കിങ്ങനെ തന്നു പാടിയിട്ട് കേട്ടോ. ഇസ്മായിൽ നല്ല പാട്ടുകാരനാണ്. വേണ്ട ഭാവം വേണ്ട സ്ഥലത്ത് ഭംഗിയായിട്ട് പാടി, നന്നായിട്ട് പാടി, മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഇക്ക. ഇസ്മായിൽ, നല്ല കമന്റ്സ് ആണ് പറഞ്ഞത് അല്ലേ? അതെ. നമുക്ക് മാർക്സ് ചോദിച്ചാലോ? ഫിറോസിക്ക. ഓൺ 40, 39. 39 ഔട്ട് ഓഫ് 40. നജീമിക്ക. ഇസ്മായിൽ ഹൃദയത്തിൽ നിന്നാണ് പാടിയത്, അതിന് 28. പിന്നെ കുറെ പ്ലാൻസ് പാടില്ലേ, കുളിരും കൊണ്ട്, അങ്ങനെ കുറെ പ്ലാൻസ് പാടി തന്നതിന് 1 മാർക്ക് അഡീഷണൽ, 29. 29 ഔട്ട് ഓഫ് 30. സജില. ഓൺ 30, 29.5. 29.5 out of 30. And the total is 97.5. Super marks അല്ലേ? എന്തായാലും പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ഇസ്മായിലിന് കൊടുക്കുന്നത്. താങ്ക് യു ഇസ്മായിൽ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ സെഗ്മെന്റ് മർഹബ. മനോഹരമായ ഗാനങ്ങളുമായി നമ്മളുടെ നിരവധി അതിഥികളാണ് ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് വേണ്ടി പാടാനായി എത്തുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കായി എത്തുന്നു കുട്ടി പട്ടുറുമാൽ ഫൈനലിസ്റ്റായ പുണ്യ.
വിധി കൂട്ടല്ല ഹെൽജറുല്ലസ് മദ ചുംബിച്ച് കവം തവാഫ് ചെയ്യാൻ വിധി കൂട്ടല്ല സഫാ മർവ മലകൾക്കിടയിൽ ചേർന്ന് നടന്നിടുവാൻ സഹായിക്കെന്നെ സഫാ മർവ മലകൾക്കിടയിൽ ചേർന്ന് നടന്നിടുവാൻ സഹായിക്കെന്നെ മദീന റൗള മുനവ്വറയിൽ തന്നിയുറങ്ങും ത്വാഹ റസൂലേ സലാം അവിടെ വന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമോതുവാൻ കൊതിയുണ്ടെന്നിൽ മദീന റൗള മുനവ്വറയിൽ അന്നീ ഉറങ്ങും ത്വാഹ റസൂലേ ഗേറ്റ് വേ ബ്യൂമോൻസ് പട്ടുറുമാൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗേറ്റ് വേ ബ്യൂമോൻസ്. ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം നല്ലൊരു എപ്പിസോഡായിരുന്നു അല്ലേക്കാ? തീർച്ചയായും ഇവരിൽ രണ്ടുപേരിൽ ഒരാൾക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ ബെസ്റ്റ് പെർഫോമൻസിന്റെ? വേണമല്ലോ. അപ്പൊ ഇവരിൽ ആരൊക്കെയാണ് നമ്മളുടെ ബെസ്റ്റ് പെർഫോമൻസ് ഇന്നത്തെ? ഇന്നിപ്പോ വലിയൊരു കൺഫ്യൂഷൻ ഇല്ല. മുബീനയും ഇസ്മായിലും പാടി. ഇന്ന് അതിന് അർഹൻ തീർച്ചയായിട്ടും ഇസ്മായിൽ തന്നെയാണ്. ഇസ്മായിലിന് വിസ്മയ കളക്ഷൻ സെറമല്ലൂർ നൽകുന്ന ഗിഫ്റ്റ് നമ്മളുടെ ഫിറോസിക്ക കൈമാറുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.